കിച്ചണിലാണുള്ളത്. ഒന്ന് രണ്ട് പ്രത്യേക കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് 5 ദിവസമായി. ഫസ്റ്റ് ഒരു പ്രൊമോ വീഡിയോ ആയിരുന്നു, അതിനുശേഷം വന്നതൊരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ ഇന്നലെയാണ് എൻ്റെ കുക്കിംഗ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്. വളരെ സന്തോഷത്തോടെ പറയാണ്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വ്യൂസാണ് എൻ്റെ വീഡിയോസിന് കിട്ടിയത്. ആദ്യം പ്രൊമോട്ട് ചെയ്ത പ്രൊമോ വീഡിയോയ്ക്ക് ഒരു 1000 വ്യൂസ് അടുക്കുന്നു. അതുകൂടെ രണ്ടാമത്തെ കുക്കിംഗ് വീഡിയോയ്ക്ക് ഒരു 700-ന് മുകളിൽ വ്യൂസായി. സോ താങ്ക് യു വെരി മച്ച് ടു ഓൾ. ഞാൻ പ്രധാനമായിട്ടും ഇന്ന് വന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ കണ്ടപ്പോൾ കുറേ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഇന്ന് നിങ്ങളോട് സംസാരിക്കണം. പിന്നെ രണ്ടാമത്, പലരുടെയും നിർദ്ദേശം ഞങ്ങളുടെ കിച്ചൻ്റെ ഒരു തീം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഒന്നുകൂടെ കാണിക്കാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. സോ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ എന്നെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തെങ്കിലും എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ പേര് സജി കുമാർ എന്നാണ്. ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സെയിൽസ് മാനേജറാണ്. ട്രിവാൻഡ്രത്താണ് വീട്. ഞാൻ എൻ്റെ ഭാര്യ 2 മക്കൾ. ഭാര്യ ടീച്ചറാണ്, മക്കൾ 12th-ലും 8th-ലുമാണ് ലയോള സ്കൂളിൽ പഠിക്കുന്നത് ട്രിവാൻഡ്രം. എൻ്റെ പാഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുക്കിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഈ ഒരു ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ കുക്കിങ്ങിലേക്ക് കൂടുതലായിട്ട് വന്നത്. അനുഭവം ചെയ്യുമായിരുന്നു, കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കുക്കിംഗ് ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ കാണുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് കുറേ സജസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു വ്ളോഗ് ചെയ്തുകൂടാ, ഇത്രയും ഭംഗിയായിട്ടാണോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു അവസാനം. പിന്നെ അതുകൂടാതെ എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഗാർഡനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെറിയ ചെറിയ യാത്രകൾ, വലിയ യാത്രയൊന്നുമല്ല, വലിയ യാത്ര ഞങ്ങൾ ആകെ പോയിരിക്കുന്നത് തായ്ലൻഡ് വരെ ഒരു ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ട്. ബാക്കി ചെറിയ 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 യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു ഫുഡിയാണ്. ഏത് ടൈപ്പ് ഓഫ്, ഞാൻ കേരളം മൊത്തം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ വെറൈറ്റീസ് ഓഫ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ കുറേ ഇൻട്രസ്റ്റുള്ള ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അടുത്ത നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് ഞാൻ കുറേ മറുപടി പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ ഒന്ന് കാണാം. കിച്ചൺ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് മറുപടിയായിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഞാനൊന്ന് പറഞ്ഞതുപോലെ ഫുള്ള് ഞങ്ങൾ റെഡ് ആൻഡ് വൈറ്റ് തീമാണ്. ഒറ്റയടിക്കൊന്ന് കണ്ടാൽ ഇങ്ങനെ ഞങ്ങളുടെ കിച്ചൺ ഉള്ളത്. ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ, പാത്രം, സ്പൂണ്, ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. കണ്ടോ, ഇവിടെ കുക്കിംഗ് ഏരിയ, ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുണ്ട്, ഓവൻ. ഇതൊക്കെ എന്താ പറയുക, എൻ്റെ ഭാര്യയുടെ തന്നെ ഒരു നിർദ്ദേശമായിരുന്നു, നമുക്ക് റെഡ് ആൻഡ് വൈറ്റ് തീം വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിച്ചണിലേക്ക് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും അത് റെഡും വൈറ്റും. ഇതൊരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കണ്ടോ, കുഞ്ഞു കുഞ്ഞു ടോയ്സ്. അത് പെപ്പർ സോൾട്ടാണ് ശരിക്കും. ഒരു കോഫി, ഷുഗർ, ടീ, അതിൻ്റെ ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വൈറ്റായിട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യ അത് നിരുത്സാഹപ്പെടുത്തിയിരുന്നു. മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, അല്ലെങ്കിൽ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞു അത് ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെയാണ് ഞങ്ങൾ വൈറ്റ് ആൻഡ് റെഡിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 10 വർഷമായി ഞങ്ങൾ വീട് വെച്ചിട്ട് ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട് 10 വർഷമായിട്ടും ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഞങ്ങളുടെ മിക്സിയും റെഡ് കളർ തന്നെയാണ്. ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് എൻ്റെ ഒരു ക്രേസാണ് കേട്ടോ. എൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ അത് നിങ്ങളെ കാണിക്കാം. ഈവൻ ഹാൻഡ് വാഷ് വാങ്ങുമ്പോൾ പോലും ശ്രദ്ധിക്കാറുണ്ട് റെഡ് ആൻഡ് വൈറ്റ് ആണോ എന്ന്, നല്ല ബ്രാൻഡാണോ എന്ന് നോക്കാറുണ്ട് കേട്ടോ. വാട്ടർ പ്യൂരിഫയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു കത്തിയുടെ നൈഫിൻ്റെ സെറ്റ് ഉണ്ട്. മേൽ ഭാഗത്ത് കുറേ ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട് മേളിൽ. താഴേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട്. അവിടെ ഞങ്ങൾ റെഡ് ആൻഡ് വൈറ്റ് ചെയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു ക്രേസാണ് ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സ്. ഇവിടെ മണി പ്ലാന്റാണ് വെച്ചിരിക്കുന്നത് റെഡ് ആൻഡ് വൈറ്റിൽ. പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിലും ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ വൈഫിനാണ് കേട്ടോ. പുള്ളിക്കാരി എവിടെ പോയാലും ഇങ്ങനത്തെ സാധനങ്ങൾ പ്രത്യേകിച്ച് നോക്കി വാങ്ങാറുണ്ട്. വാങ്ങുമ്പോഴൊക്കെ അത് റെഡോ വൈറ്റോ നമ്മുടെ കിച്ചണിൽ ചേരുന്നതാണോ നോക്കി. ഇവിടെ ജനാൽ ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കണ്ടോ. അതും റെഡിലാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഗപ്പീസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. ഞാനിന്ന് വാട്ടർ ചേഞ്ച് ചെയ്താണ് എല്ലാം മേളിൽ തന്നെ നിൽക്കുകയാണ്. കുറേ ഉണ്ട്.
കുറേ വെറൈറ്റീസ് ഓഫ് ഗപ്പി ഉണ്ട്. ഇത് കിച്ചൺ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ലൈവ് പ്ലാന്റ്സും ഈ ഫിഷും ഒക്കെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കിട്ടുന്ന ഗ്യാപ്പിൽ ഇതിന് വെള്ളം ഒഴിക്കുക, പിന്നെ അതിൽ നിന്ന് ഫുഡ് കൊടുക്കുക, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഈ ഭാഗത്ത് നോക്കിയാൽ ഇങ്ങനെ കുറേ കാണാൻ പറ്റും. അധികവും റെഡും വൈറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പിന്നെ ഈ ഒരു പ്ലേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കണ്ണൂർ വർക്കിന് പോകുമ്പോൾ അവിടെ ഒരു ഷോപ്പിൽ കണ്ടതാണ്. റെഡ് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങി കൊണ്ടുവന്നതാണ്. ഇത്തരം കാര്യങ്ങൾക്ക് എൻ്റെ ഭാര്യ ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ റെഡ് ആൻഡ് വൈറ്റ് ഇത് ഫുൾ സെറ്റ് ഞാൻ വാങ്ങിയതാണ്. പ്ലേറ്റ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും സ്റ്റോറേജ് സ്പേസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ, റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ്. ഇതുപോലെ ഞങ്ങളുടെ ഓരോ റൂമും ഞങ്ങൾ പല തീമിലാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഇങ്ങനൊരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ. മെയിനായിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ വോയിസ് ഒട്ടും ക്ലിയർ ആയിരുന്നില്ല, BGM എൻ്റെ സൗണ്ടിനെ ഓവർടേക്ക് ചെയ്യുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് വരുമ്പോൾ എനിക്കിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും അറിയില്ല. ഒന്നും പറയാതെ ബ്ലൈൻഡായിട്ട് അങ്ങ് ചാടി വരുന്നത്. എല്ലാവരും പറഞ്ഞു ചെയ്യൂ, ഞാൻ ചെയ്തു. അപ്പോൾ കുറേ വീഡിയോ അങ്ങോട്ട് ഞാൻ റെക്കോർഡ് ചെയ്തു. എൻ്റെ മൊബൈലിലാണ് ചെയ്തത്, മൈക്കൊന്നും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വല്ലാത്ത ശബ്ദത്തിൽ വന്നപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ആകെ പ്രശ്നത്തിലേക്ക് പോയി അത്. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ, ഞാനൊരു 6-7 വീഡിയോസ് ഇപ്പോൾ ഇതിനകം തന്നെ റെക്കോർഡ് ചെയ്തിന് അതിലും ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ. ചിലപ്പോൾ പറഞ്ഞു ഡബ് ചെയ്താൽ മതി, അത് വോയിസ് കളഞ്ഞിട്ട് ഡബ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനെ വോയിസ് ഓവർ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇനി എന്നോട് സഹകരിക്കുക. ഒരു 5-6 വീഡിയോയ്ക്ക് ആ പ്രശ്നം ഉണ്ടാവും. അതിന് ഇടയ്ക്ക് ഞാൻ ഇനി എടുക്കുമ്പോൾ ഞാനൊരു മൈക്കൊക്കെ മേടിച്ചിട്ട് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, 1-2 പേര് പറഞ്ഞു ഞാൻ നോൺ സ്റ്റിക്ക് കടായി വെച്ചിട്ട് അതിൽ സ്റ്റീൽ സ്പൂൺ കൊണ്ട് ഇളക്കുന്നുണ്ട്. അതൊരു അബദ്ധം പറ്റിയതാണ്. ശരിക്കും അതിലേക്ക് മസാല ഇടാൻ വേണ്ടി കൊണ്ടുവച്ച സ്പൂണാണ്. ആ സമയത്തെ ടെൻഷനിൽ, ഫസ്റ്റ് വീഡിയോ ആണല്ലോ, ആ സമയത്തെ ടെൻഷനിൽ ഞാൻ അതുകൊണ്ട് ഇളക്കി തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് മറന്നുപോയി. ഞാൻ അതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പറ്റിയതാണ്. മെയിനായിട്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. അങ്ങനത്തെ കാര്യം. പിന്നെ വേറൊരാൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് പരമാവധി ഒഴിവാക്കിയിട്ട് ഗ്ലാസ്സിലേക്കോ സെറാമിക്സിലേക്കോ വരണമെന്ന്. തൽക്കാലം എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ മാക്സിമം ഇനി ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനി അതിലേക്ക് മാറുമ്പോൾ അതും പരിഗണിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ തന്ന ആ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ സഹകരണത്തിന് ഭയങ്കര നന്ദി ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. ആക്ച്വലി ഞാനും സർപ്രൈസ്ഡ് ആണ്. ഇത്രയും എനിക്ക് വ്യൂസ് ഉണ്ടായി, നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി, ലൈക്സ് കുറേ അധികം കിട്ടി, നല്ല പോസിറ്റീവായിട്ട് കുറേ കമൻസ് കിട്ടി. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കാനുള്ളത്, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യുക. എനാബിൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.